ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ബീജം വേണോ ഒരു കുഞ്ഞ് ജനിക്കാൻ. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരു ആത്മീയ തലത്തിൽ രണ്ട് തരം ബീജത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സാധാരണ നമുക്കറിയാം, ഒരു പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ അണ്ഡവുമായി ചേരുന്നിടത്താണ് ഒരു ജീവൻ ഉടലെടുക്കുക. ഇനി ആ സമയത്ത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാമത്തെ വചനമെടുക്കുമ്പോൾ ദൈവം തൻ്റെ ശ്വാസം അവനിലേക്ക് പ്രവേശിപ്പിച്ചു. മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കിയിട്ട് ആദത്തിന് ജീവൻ നൽകുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുക. തൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ഈ ശ്വാസം, അതാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ ഒരു പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേരുമ്പോൾ അവിടെ ഒരു ജീവൻ തുടങ്ങുന്നു. അവിടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് തൻ്റെ ശ്വാസം, അതായത് ആത്മാവിനെ അവിടെ നിവേശിപ്പിക്കുന്നു. ഇനി അസാധാരണമായിട്ടുള്ള ചില ഗർഭധാരണങ്ങളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 1:34-35 മറിയം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാതെ, അതായത് പുരുഷബീജം എൻ്റെ അണ്ഡത്തോട് ചേരാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? അതിന് മറുപടിയായിട്ട് പറഞ്ഞത് 35-ാമത്തെ വചനത്തിലുണ്ട്, ഇതങ്ങനെ പുരുഷന്റെ ബീജനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല, പരിശുദ്ധാത്മാവിലൂടെ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരും, അപ്പോൾ നീ ഗർഭം ധരിക്കും. അത് അസാധാരണമായ ഒരു ഗർഭധാരണം, ദൈവപുത്രൻ ജനിക്കാൻ ദൈവം ഏർപ്പാട് ചെയ്ത ഒരു കാര്യമായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. നോർമലായിട്ടുള്ളത് അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നോർമലായിട്ട് എന്ന് പറഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള എല്ലാ കഴിവും ഉണ്ടെങ്കിലും അവർ ഗർഭം ധരിക്കണമെന്നൊന്നുമില്ല. ഞാൻ കേട്ട ഒരു ഡോക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം, അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ദമ്പതിമാർ അവരുടെ എല്ലാ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അത് നടത്തി അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ഗർഭധാരണത്തിൽ ഒരു തടസ്സവും ഞങ്ങൾ കാണുന്നില്ല, മെഡിക്കലി ഒരു തടസ്സവും ഞങ്ങൾ കാണുന്നില്ല, പക്ഷെ അവർ ഗർഭം ധരിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2378 അത് വന്നിരിക്കുന്നത് സങ്കീർത്തനം 127 3-ാമത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ പാരഗ്രാഫിൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് 23:78 മക്കൾ ദമ്പതിമാരുടെ അവകാശമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ കെട്ടി, അതുകൊണ്ട് ഞങ്ങൾ ദാമ്പത്യധർമ്മം പുലർത്തുമ്പോൾ മക്കൾ ഉണ്ടാകണം, അങ്ങനെ നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല. അവരുടെ അവകാശമായിട്ടല്ല ദമ്പതിമാർ പോലും കാണേണ്ടത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതാണ് ഈ ഒരു സഭയുടെ പഠനവും അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അസാധാരണമായ ഗർഭധാരണം ഉണ്ടായ മറ്റു ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, യേശു ജനിച്ച അതുപോലെയല്ല, സാധാരണ കല്യാണം കഴിച്ച് ദാമ്പത്യധർമ്മം പുലർത്തി മക്കളുണ്ടാകുന്നു, അങ്ങനെ അവർ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. അബ്രാഹത്തിന് കുഞ്ഞ് ജനിച്ചത് എപ്പോഴാണ്? 100-ാമത്തെ വയസ്സിൽ. 99 വയസ്സ് വരെ മക്കളില്ലാതിരുന്നിട്ട് 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചു. ഒരു അസാധാരണമായിട്ടുള്ള ഗർഭധാരണം, അസാധാരണ ഒരു സമ്മാനമായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. ദൈവം നൽകിയ ഒരു സമ്മാനം. ഇസഹാക്ക് 40-ാമത്തെ വയസ്സിലാണ് കെട്ടിയത് പോലും. ഇത് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇസഹാക്കിന് കുഞ്ഞുണ്ടാകുന്നത്. അവന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ ഭാര്യ വന്ധ്യയായിരുന്ന ആ ഒരവസ്ഥ ദൈവത്തിന് സമർപ്പിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം സന്താനഭാഗ്യം നൽകി. അതാണ് നമ്മൾ വചനത്തിൽ കാണുക. നമുക്കത് ഉൽപ്പത്തി 25-ാം അധ്യായം 20-ാമത്തെ വചനം എടുക്കുമ്പോൾ ഇസഹാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഗർഭം ധരിച്ചപ്പോൾ 2 പേര് അവൾ പറയുന്നുണ്ട്, എൻ്റെ ഗർഭപാത്രത്തിൽ മല്ലടിക്കുന്നത് ഞാൻ കാണുന്നു, ഇതെന്തായിത്തീരും, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുകയാണ്. അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. 2 വംശങ്ങൾ. ഇനി അതിൽ ഒരുവൻ മറ്റവന് ദാസവേല ചെയ്യും എന്നുള്ളത് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, യാക്കോബും ഏസാവും. ഏസാവായിരുന്നു കടിഞ്ഞൂൽ പുത്രൻ. പക്ഷേ ഈ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം യാക്കോബ് തട്ടിയെടുക്കുന്ന ഒരു രംഗം ഉൽപ്പത്തി 25-29 വായിക്കുമ്പോൾ യാക്കോബ് ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നു. ഇവന് ഏസാവ് പുറത്തു പോയി തിരിച്ചു വന്ന് മടുത്തു വന്നതാണ്, നല്ല വിശപ്പുണ്ട്. ഇതിൻ്റെ ഗന്ധം അടിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി പായസം തരണം. പറഞ്ഞു, ഞാൻ പായസമൊക്കെ തരാം, പക്ഷെ അതിന് മുമ്പ് നിന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നീ എനിക്ക് തരണം. ഞാൻ ഈ വിശന്നിരിക്കുന്നു, ഞാൻ ഇതും പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു. രണ്ടാമതൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 27-1 മുതൽ വായിക്കുമ്പോൾ അപ്പൻ്റെ അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബ് ഏസാവാണെന്ന് കരുതി അവനെ അനുഗ്രഹിച്ചു. പക്ഷെ അത് തന്ത്രപൂർവ്വം യാക്കോബ് തട്ടിയെടുക്കുന്നതായിട്ട് അമ്മയുടെ ആ ഒരു ഒത്താശയോടുകൂടി
അത് ചെയ്യുന്നത് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഏസാവിനെ നമുക്ക് ഈ വചനഭാഗങ്ങളിൽ കാണാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം എടുക്കുമ്പോൾ മനോവയും ഭാര്യയും മക്കളില്ലാതിരുന്ന അവരെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിക്കുന്നതും അങ്ങനെ അസാധാരണമായ രീതിയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത്, ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ ഇവർ രണ്ടുപേരും തയ്യാറായി. അങ്ങനെയാണ് സാംസൺ ജനിക്കുന്നത്. അവൻ്റെ ശക്തി അസാധാരണമായ ഒരു ശക്തിയായിരുന്നു എന്നുള്ളത് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 2 തരം ബീജത്തെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ 2 തരം ബീജം, ഒന്ന് നശ്വരമായ ബീജം, രണ്ടാമത്തേത് അനശ്വരമായ ബീജം. ഈ 2 കാര്യങ്ങളും നമ്മൾ വചനത്തിൽ കാണുന്ന കാര്യമാണ്. നശ്വരമായ ബീജം സാധാരണഗതിയിൽ ഗർഭധാരണം നടക്കുമ്പോൾ ആ ബീജമാണ് ആ ഗർഭധാരണത്തിലേക്ക് നയിക്കുക, അണ്ടത്തോട് ചേരുമ്പോൾ. പക്ഷെ നമുക്കറിയാം അവിടെ ചേരാത്ത ഇഷ്ടംപോലെ ബീജങ്ങളുണ്ട്, അതെല്ലാം നശിച്ചു പോവുകയാണ്. നശ്വരമായ ബീജം ആയിട്ട് അതിനെ കാണാൻ പറ്റും. ഇനി അനശ്വരമായൊരു ബീജത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് അനശ്വരമായ ബീജത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾ ജനിക്കണം. ഏതാണ് ആ ബീജം? ദൈവവചനം. ദൈവവചനം അനശ്വരമായ ബീജമാണ്. വീണ്ടും നമ്മൾ കാണുന്നു യോഹന്നാൻ 1:13 എടുക്കുമ്പോൾ അവൻ ജനിച്ചത്, യേശു ജനിച്ചത് രക്തത്തിൽ നിന്നല്ല, മനുഷ്യൻ്റെ ഇച്ഛയിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിലൂടെ. ഉന്നതത്തിൽ നിന്നുള്ള ഒരു ഗർഭധാരണം എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 1:35 നമ്മൾ കണ്ടതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സാധ്യമാകുന്ന കാര്യം. നമുക്ക് ഈ അനശ്വരമായ ബീജം അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകണം. അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അതിനുവേണ്ട കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.